ഇങ്ങനെ എന്നും പച്ചക്കറികൾ പറിച്ചെടുക്കാൻ കഴിയുന്നത് മനസ്സിന് സന്തോഷം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. ശുദ്ധമായ പച്ചക്കറികളും പഴങ്ങളും കഴിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമായി കരുതുന്ന ആളാണ് ഞാൻ. കുറച്ച് ദിവസങ്ങളായി തക്കാളി ചെടിയിൽ നിന്ന് തുടർച്ചയായിട്ട് തക്കാളി വിളവെടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഇന്നും വിളവെടുപ്പിന് ഭാഗമായി കുറച്ച് തക്കാളികൾ നിൽക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് വിളവെടുക്കാം. തക്കാളികളെല്ലാം വിളവെടുത്ത ശേഷം മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് പന്തലിൽ പടർത്തിയിരുന്ന കോവയ്ക്ക വള്ളികളിൽ ആദ്യമായിട്ട് കുറച്ച് കോവയ്ക്കകൾ കാച്ചു നിൽക്കുന്നതാണ്. പാകമായ കുറച്ച് കോവയ്ക്കയും ഒന്ന് വിളവെടുത്തു. ഇനിയും എന്തെങ്കിലും പച്ചക്കറികൾ പാകമായതുണ്ടോ എന്ന് ടെറസ് മുഴുവൻ പരതി നടക്കുമ്പോഴാണ് സാമ്പാർ മുളകിന്റെ ചെടിയിൽ പാകമായിട്ടുള്ള മുളകുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരുപാട് മുളകുകൾ നേരത്തെ തന്നെ കിട്ടിയിട്ടുള്ള ചെടിയാണിത്. ഇന്നും കുറച്ചധികം മുളകുകൾ ഇതിൽ നിന്ന് പറിച്ചെടുത്തു. പലതരത്തിലുള്ള മുളക് ചെടികൾ ഈ ടെറസിലുള്ളതിനാൽ മുളകുകൾ എന്നും എനിക്ക് കിട്ടാറുണ്ട്. ഇവിടെ കുറച്ച് വെണ്ടയ്ക്കകൾ നിൽക്കുന്നുണ്ട്. ഇത് നാടൻ വെണ്ടയാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും വെണ്ടയ്ക്കകൾ വിളവെടുക്കാറുണ്ട്. വെണ്ടയും വിളവെടുത്ത് നേരെ പോയത് പാകമായി നിൽക്കുന്ന കത്തിരിക്ക വിളവെടുക്കാനാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വെള്ളക്കാന്താരിയുടെ ചെടിയാണത്. ഒരുപാട് മുളകുകൾ ഈ ഒരു ചെടിയിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ ഇപ്പോഴും ഒരുപാട് മുളകുകളിൽ നിൽക്കുന്നുണ്ട്. കൂടുതൽ മുളക് കിട്ടുമ്പോൾ ഉപ്പും വിനാഗിരിയും ചേർത്ത് സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ വിളവെടുപ്പിൽ ഇത്രയുമാണ് കിട്ടിയത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.